പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഒരു സീറ്റ് പോലും അവർക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് സമഗ്രമായ വിജയം 20-ൽ 20 സീറ്റും നേടിയുള്ള സമഗ്രമായ വിജയത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വളരെ നല്ല തയ്യാറെടുപ്പോടുകൂടി കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടുള്ള വലിയ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ജനങ്ങൾ ജനാധിപത്യ ചേരിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പുറകിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പുറകിൽ അണിനിരത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിനെതിരായി പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 55 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത്. 45 ലക്ഷം പേർക്കാണ് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുള്ളത്. കേരളത്തിലെ 1/3 ഭാഗം ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല. ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാണ്. അവരെ ബുദ്ധിമുട്ടിക്കുന്ന നികുതി ജനങ്ങളുടെ തലയിൽ ഭാരമായി കെട്ടിവെച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ടാക്കി കേരളത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്ന സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഞങ്ങൾ പ്രചരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ അവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. കേരളത്തിലെ 20-ൽ 20 സീറ്റും നേടും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളം ഏപ്രിൽ 26-ന് ബൂത്തിലേക്ക് എത്താൻ പോകുന്നു. രാജ്യം കാത്തിരുന്ന പൊതുതെരഞ്ഞെടുപ്പിൻ്റെ തീയതികളായിരിക്കുന്നു. 7 ഘട്ടമായി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന ചില സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശും ബീഹാറും ബംഗാളും പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ 7 ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്.